നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ എക്സസൈസ് പ്ലസ് ഡയറ്റ് ചാലഞ്ചിൻ്റെ 9ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയും ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ദിവസേന നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ച് എനിക്ക് കമൻറ്റ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പിൻ ചെയ്ത് വെക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് ഇന്ന് ഒരുപാട് റിക്വസ്റ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ബ്രസ്റ്റ് സാഗിങ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ഇൻക്ലൂഡ് ചെയ്യിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് സാഗിങ് കുറയ്ക്കുകയാണെങ്കിലും നമ്മൾ വയറ് കുറയ്ക്കുകയാണെങ്കിലും നമ്മൾ ഹിപ്പ് സൈസ് കുറയ്ക്കുകയാണെങ്കിലും തൈസിൻ്റെ സൈസ് കുറയ്ക്കുകയാണെങ്കിലും ഇതിനൊക്കെ പെർട്ടിക്കുലർലി ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 10 minutes ആണ് ചെയ്യേണ്ടത്. ഒരു പെർട്ടിക്കുലർ ഭാഗത്തിന് വേണ്ടി ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ദിവസം 10 minutes ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒരു ടോട്ടൽ ഫാറ്റ് കട്ടർ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോഡിയിലേക്ക് എല്ലാ ഭാഗത്തും വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി എക്സസൈസ് ചെയ്യുമ്പോൾ അതിൽ 10 minutes പെർട്ടിക്കുലർലി ഫോർ എ ബോഡി പോർഷൻ, ഇപ്പോൾ വയറിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസ്, ബ്രസ്റ്റ് സാഗിങ് കുറയ്ക്കുന്നതിന് വേണ്ടി എക്സസൈസ്, ഇങ്ങനെ എല്ലാം 10 minutes ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്ന 2 എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്രസ്റ്റ് സാഗിങ് കുറയ്ക്കുന്നതിന് ആ ഭാഗം, അതായത് ചെസ്റ്റിൻ്റെ പോർഷൻ നല്ല സ്റ്റിഫായി കിട്ടുന്നതിന്, മെയിലാണെങ്കിൽ ചെസ്റ്റിൻ്റെ പോർഷൻ നല്ല സ്റ്റിഫായി കിട്ടുന്നതിനും സ്ത്രീകൾക്കാണെങ്കിൽ ബ്രസ്റ്റ് സാഗിങ് ഒക്കെ കുറയ്ക്കുന്നതിനും പറ്റിയിട്ടുള്ള എക്സസൈസാണ്. അപ്പം നിങ്ങൾക്ക് ബ്രസ്റ്റ് സാഗിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ എക്സസൈസ് 10 minute ചെയ്യുക. അപ്പോൾ 5 minute ഈ എക്സസൈസ് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് റിലാക്സ് ചെയ്ത് ചെയ്യുക. കയ്യിൻ്റെ ആ ഭാഗത്തിന് ഓഫ് കോഴ്സ് നല്ല വേദന നാളുണ്ടാവും. ചെയ്യുന്ന സമയത്ത് ഈ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ വളരെ ലൈറ്റായിട്ടാണ് പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിലും പിടിച്ചിരിക്കുന്നത് കുറച്ച് ടൈറ്റായിട്ടാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് മുഷ്ടി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ആ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കൈയിൻ്റെ അതായത് നമ്മളെപ്പോഴും പറയില്ലേ, ഈ കൈയിനോട് ചേർന്നിട്ടുള്ള മീതഭാഗം, ആ ഭാഗത്ത് നല്ല പെയിൻ ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇന്നൊക്കെയല്ല, നാളേക്ക് നല്ല പെയിൻ ഫീൽ ചെയ്യും. അത് സാരമില്ല, ഒരു 5 ദിവസത്തിനൊക്കെ ഒരു പെയിൻ നമുക്ക് അനുഭവിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അവിടെ ഷേപ്പായി കിട്ടുന്നതിന്, ഭയങ്കര സ്റ്റിഫായി കിട്ടുന്നതിന്, സാഗിങ് കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കും. ഓക്കെ, ഈ ഒരു എക്സസൈസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സസൈസാണ്. എന്നും ചെയ്യാവുന്ന എക്സസൈസാണ്. എത്ര സമയം എന്ന് ചോദിച്ചാൽ 5 minute വരെ ചെയ്യാം. അപ്പോൾ ചിലർക്ക് 5 minute വരെ ഒന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുന്ന പോലെ മിനിമം ഒരു 40 തവണയെങ്കിലും ചെയ്യുക. ഓരോ തവണ ചെയ്യുമ്പോഴും നിർത്തിയിട്ട് ചെയ്യുക. അപ്പോൾ 5 minute വരെ ചെയ്യുന്നവർക്ക് നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്നും ചെയ്യുന്ന എക്സസൈസിൻ്റെ കൂടെ ഈ ഒരു എക്സസൈസും കൂടി ആഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്നും എല്ലാ എക്സസൈസുകളും ചെയ്യണം, എല്ലാ ബോഡി പാർട്സിനുള്ള എക്സസൈസും ചെയ്യണം. അതോടൊപ്പം ഈ ഒരു എക്സസൈസ് മുടങ്ങാതെ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ബെല്ലി ഫാറ്റ് റിഡക്ഷന് സഹായിക്കും, തൈ ഫാറ്റിൻ്റെ റിഡക്ഷന് സഹായിക്കും, ബട്ടക്സിൻ്റെ ഷേപ്പിന് സഹായിക്കും. അങ്ങനെയുള്ളൊരു എക്സസൈസാണ്. ഇതുപോലുള്ള എക്സസൈസുകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉള്ളതാണ്. ഇതും ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് സാധിക്കും. ഗ്രാജ്വലി നമ്മൾ എല്ലാ എക്സസൈസുകളും ചെയ്യണോ, ഒരു പെർട്ടിക്കുലർലി ഒരു ദിവസത്തെ എക്സസൈസ് എടുത്ത് എന്നും ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ബ്രസ്റ്റ് സാഗിങ്ങിനുള്ള സ്പെഷ്യൽ എക്സസൈസുകൾ ഇട്ടു. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കൈയിൻ്റെ ആം ഫാറ്റ് കുറയ്ക്കുന്നതിനുള്ള എക്സസൈസുകൾ ഇട്ടു. അങ്ങനെ ഓരോന്നിനും പെർട്ടിക്കുലർലി ആയിട്ടാണ് ഞാൻ എക്സസൈസുകൾ മെൻഷൻ ചെയ്യാറ്. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ എക്സസൈസുകളും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹോൾ ബോഡി നല്ലോണം ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കും. എല്ലാ പോർഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്ന എക്സസൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. നിങ്ങളുടെ തൈസിൻ്റെ ഫാറ്റ് കുറയ്ക്കുന്നതിനും ഹിപ്പ് സൈസ് കുറയ്ക്കുന്നതിനും നമ്മുടെ വയറ് കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി സഹായിക്കുന്ന എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എപ്പോഴും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ്, എന്താണ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാറെന്ന് ചോദിക്കുന്നുണ്ട്. കൂട്ടുന്നതിന് വേണ്ടി, ഇപ്പോൾ ഹിപ്പ് സൈസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, തൈസൊക്കെ വളരെ മെലിഞ്ഞതാണ്, അത് കൂട്ടാൻ എന്ത് ചെയ്യും, അരവണ്ണം വളരെ കുറവാണ്, കൂട്ടാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. കൂട്ടത്തിൽ ഒരാളൊക്കെയാണ് അങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പെർട്ടിക്കുലർലി ഒരു വീഡിയോ ഇടാത്തത്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് അഡ്വൈസ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് റാഡ് ദ വ്ളോഗർ എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അതിലെനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ വോയിസിൻ്റെ രൂപത്തിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ആർക്ക് വേണമെങ്കിലും മെസ്സേജ് ഇടാം. പേഴ്സണലായിട്ട് എന്തെങ്കിലും അഡ്വൈസസോ എന്തെങ്കിലും അസിസ്റ്റൻസോ വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ വയറ് കുറയ്ക്കാൻ, ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന എക്സസൈസാണ്. എന്നും ചെയ്യാൻ പറ്റിയ എക്സസൈസാണ്.
നല്ല റിസൾട്ട് കിട്ടുന്ന എക്സസൈസുകൾ മാത്രം ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടാവും, എനിക്കറിയാം. പക്ഷേ ഒന്നുണ്ട്, അലസതയോടുകൂടി ചെയ്യരുത്. നമുക്ക് എന്ത് ജോലിയും ചെയ്യാം. അപ്പോൾ വളരെ ലേസി ആയിട്ട് ഈ ഒരു എക്സസൈസ് വളരെ ടൈം എടുത്ത് സ്ലോ ആയിട്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. നല്ലോണം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് കുറയ്ക്കണം എന്ന ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. ഈ രണ്ട് ചെയ്യലിനും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ കോൺഫിഡൻസോടു കൂടി ചെയ്യുന്ന ആ ഒരു എക്സസൈസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപാരമാണ്. അങ്ങനെയാണ് പലരും 91-ൽ നിന്ന് 78 ആയി എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ കുറച്ചതായിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രോപ്പർ ഡയറ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡയറ്റ് എന്ന് പറയുന്നതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഞാൻ ചെയ്യാറില്ല. പ്രോപ്പറായിട്ട് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, പ്രോപ്പറായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, പ്രോപ്പറായിട്ട് ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എടുക്കുന്ന നല്ല ഡയറ്റാണ് നമ്മുടെ. ഒരു തരത്തിലും ഒരു ഡയറ്റ് എടുത്തതിന് ശേഷം ഒരാൾ മുടി കൊഴിഞ്ഞു എന്നോ വേറെ എന്തെങ്കിലും കണ്ണിൻ്റെ തടുത്ത് ഭയങ്കര കറുപ്പ് വന്നു എന്നോ അങ്ങനെയൊന്നും പറയില്ല. കാരണം നമ്മുടെ എല്ലാ ഡയറ്റുകളും നമ്മൾ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻസ് ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ ഡയറ്റ് കുറച്ച് ഫെയിലായിട്ടുണ്ടെങ്കിൽ അത് ഓൺലി ബിക്കോസ് ക്വാറന്റൈൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലീഫി വെജിറ്റബിൾസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയില്ല. കാരണം ലീവ്സ് ഒന്നും അവൈലബിൾ അല്ല ഇവിടെ. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഇപ്രാവശ്യം നമ്മൾ സ്കിപ്പ് ചെയ്തത്. അത് ഓൺലി ബിക്കോസ് ക്വാറന്റൈൻ ടൈം ആവുന്നതുകൊണ്ടാണ്. പിന്നെ ഏത് ഡയറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബോഡി കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്. അതിന് മുമ്പ് ഇപ്പോൾ നേരത്തെ കണ്ട എക്സസൈസ് നമ്മൾ പതിവായി ചെയ്യുന്നതാണ്. നമ്മുടെ ബെല്ലി ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്ന എക്സസൈസ്. എല്ലാ പ്രാവശ്യം കാണിക്കുന്ന എക്സസൈസ് ആയതുകൊണ്ടാണ് അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് യോഗയിലുള്ള ഒരു പോസ്ചറാണ്. ഞാൻ എന്നും ആയിട്ട് ഇന്നത്തെ 9ാമത്തെ പോസ്ചറാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയി കാണുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റാണ്, നല്ല ഡയറ്റ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എക്സസൈസുകൾ പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം ദിവസേന നിങ്ങളുടെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ യോഗ പോസ്റ്റേഴ്സും പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഗ്രാജ്വലി ഇതൊക്കെ ചെയ്ത് നിങ്ങളൊരു പെർഫെക്റ്റ് ബോഡിയിലോട്ട് വരും. അതിനുശേഷം നമ്മുടെ ഡിറ്റോക്സ് ഡ്രിങ്ക് എടുത്തേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ചീക്സ് അങ്ങനെ ഒട്ടിപ്പോവുകയെ ഫേസിൻ്റെ ഗ്ലോ പോവുകയൊന്നും ചെയ്യുന്നില്ലല്ലോ, അതെന്താണ് അങ്ങനെയെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡി ഞാൻ മുൻപ് പറഞ്ഞ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെയിലി ഫേസിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന്. അതൊക്കെ തന്നെയാണ് ഞാൻ ഡെയിലി ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രത്യേകത, നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് പ്രോപ്പർ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഫുഡാണ്. ഇപ്പം ഇന്ന് എടുത്തിരിക്കുന്നത് ഗോതമ്പ് കൊണ്ടുള്ള, സൂചി ഗോതമ്പ് എന്ന് പറയും, ലാപ്സി റവ എന്നൊക്കെ പറയും, അതുകൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് മാംഗോ ആണ്. അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ ഇത് പ്രോപ്പർ ന്യൂട്രീഷൻസ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം ബോയിൽഡ് റൈസാണ്. അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ബീൻഡിയാണ്, വെണ്ടയ്ക്കയാണ്, വെണ്ടയ്ക്ക കൊണ്ടുള്ള മസാലയാണ്. അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് മോരുകറിയാണ്. അപ്പോൾ ബീൻഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ലോ കാലറി ഉള്ള ഒരു വെജിറ്റബിളാണ്. അത് അത്യാവശ്യം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അതിനുശേഷം 7 മണിക്ക് എടുത്തിരിക്കുന്നത് ഓട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് ഡയറ്റ് എടുക്കുമ്പോഴും പ്രോപ്പറായി ന്യൂട്രീഷൻസ് ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് എടുക്കുക. ഒരിക്കലും നിങ്ങളുടെ ഫേസിൻ്റെ ഗ്ലോയോ കണ്ണിൻ്റെ ഭംഗിയോ ഒന്നും നശിച്ചു പോവില്ല. അതൊക്കെ ബ്യൂട്ടിഫുള്ളായി തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഡയറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാളെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ വീഡിയോസ്.